ദാമ്പത്യം. രചന അവതരണം മിത്രവിന്ദ. അകത്തേക്ക് കയറി വന്ന അതിഥികളെ കണ്ട് മാരാരുടെ മുഖം മാറിയത് ഭദ്ര ശ്രദ്ധിച്ചു. അവൾക്കാണെങ്കിൽ ഇതാരാണെന്നൊട്ട് മനസ്സിലായതുമില്ല. ആ അമ്മാമ്മേ, ഇതെന്താ ഒന്ന് വിളിച്ചുപോലും പറയാതെ വന്നത്? 2-3 തവണ ഞാൻ വിളിച്ചു, പക്ഷെ കോള് കിട്ടിയില്ലല്ലോ ദേവ. അതയാൾ കളവ് പറയുന്നതാണെന്ന് മാരാർക്ക് മനസ്സിലായി. കാരണം തൻ്റെ ഫോണിൽ റേഞ്ച് കിട്ടാത്ത ഒരിടവുമില്ല താനും. അതുകൊണ്ട് തന്നെ അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അകത്തേക്ക് വരൂ, ഇരിക്ക്, അവൻ അമ്മാവനോടായി പറഞ്ഞു. സരസ്വതി വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. പക്ഷെ ഇന്നലെ തറവാട്ടിലൊരു പൂജയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിടന്നപ്പോൾ പുലർച്ചെയായി. കുറച്ച് ദിവസത്തെ അലച്ചിലായിരുന്നു. കിടന്നതറിയാതെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. യാത്ര മാറ്റിവെച്ചാലോ എന്നോർത്തതാണ്. അപ്പോൾ ഉമ പറഞ്ഞു, അത്ര കാര്യമായിട്ട് അവർ വിളിച്ചതല്ലേ, നമുക്ക് അത്രയിടം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അതുകൊണ്ട് ഫംഗ്ഷന് വരാമെന്ന് കരുതി. മാരാർ ഒന്ന് മൂളി. ഈ കുട്ടി ആരാണ്? മാരാരുടെ തൊട്ടു പുറകിലായി നിൽക്കുന്ന ഭദ്രയെ ചൂണ്ടി അയാൾ ചോദിച്ചു. ഉമയുടെ മിഴികളും വന്നപ്പോൾ മുതൽ അവളുടെ മേലാണ്. അതിസുന്ദരിയായ ഈ പെണ്ണ്, ഇവൾ ഏതാണെന്നായിരുന്നു ഉമയുടെയും ചിന്ത. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അമ്മാമ്മയോട് പറഞ്ഞാലും അറിയാൻ വഴിയില്ല. എങ്ങും തൊടാതെയുള്ള അവൻ്റെ പറച്ചിൽ കേട്ടതും അയാളുടെ മുഖം ഇരുണ്ടു. എന്നാലും ഉള്ളിലെ ദേഷ്യം പുറത്ത് കാണിക്കാതെ അയാൾ ഭദ്രയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കുട്ടിയുടെ പേരെന്താണ്? ഭദ്രലക്ഷ്മി, അവൾ സാവധാനം പറഞ്ഞു. അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞമൂനെയും ഉമ ഒന്ന് നോക്കി. ഭദ്ര, താൻ റൂമിലേക്ക് പോയിക്കോളൂ, ഞാൻ ബീനേച്ചി ഒന്ന് വിളിക്കട്ടെ. നിങ്ങളിരിക്കും. അവൻ സെറ്റിയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതാരാണച്ച? കണ്ടിട്ടേതോ ഗുഡായിപ്പ് കേസാണെന്ന് തോന്നുന്നു. കയ്യിലൊരു കൊച്ചുണ്ടല്ലോ. അറിയില്ല മോളെ, അവനോട് ചോദിച്ചപ്പോൾ വേണ്ടപ്പെട്ട ആളാണെന്നല്ലേ പറഞ്ഞത്? അത്രയ്ക്ക് വേണ്ടപ്പെട്ടവൾ ആരാണ്? ഒറ്റ നോട്ടത്തിൽ തന്നെ അവളൊരു കള്ളിയാണെന്ന് തോന്നും കേട്ടോ, ഉമ പതിയെ പറഞ്ഞു. മിണ്ടാതെ മോളെ, അവൻ കേട്ടോണ്ട് വന്നാൽ ആരാണെന്നറിയും വരെ നമ്മൾ അനങ്ങാതിരിക്കണം. അച്ഛനും മകളും തമ്മിൽ സംസാരിച്ചിരുന്നപ്പോൾ മാരാർ ഹോളിലേക്ക് കയറി വന്നു. അവൻ്റെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ചേച്ചി, ഇതെൻ്റെ അമ്മാവനും അദ്ദേഹത്തിൻ്റെ മകളുമാണ് കേട്ടോ. മാരാർ ബീനയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ബീന ചേച്ചി, നിങ്ങൾ കുറച്ചു മുന്നേ കണ്ട ഭദ്രയില്ലേ? ഭദ്രയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നത് ഈ ചേച്ചിയാണ്. ചേച്ചി, 2 ചായ എടുക്കാമോ? ബീനയോട് അവൻ ചോദിച്ചതും അവർ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് കയറിപ്പോയി. ഇവരെവിടെയാ താമസം? 1.5 വർഷമായിട്ട് ഇവിടെയാണ് താമസം. മാരാർ പറയുന്നു കേട്ടതും ഉമയുടെ നെഞ്ചിൽ എന്തോ ഒരു അപായ മണി മുഴങ്ങി. ഇവർ ആരാണെന്നാ പറഞ്ഞേ? ദേവൻ ഇങ്ങനെ പരിചയം? ഉള്ളിലെ സംശയം കൊണ്ട് അയാൾ ചോദിച്ചു പോയി. എനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലോ. ആ കുഞ്ഞാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ. അത് കഴിഞ്ഞേ ഉള്ളൂ ഭദ്ര പോലും. ഇപ്പോൾ വരാം, നിങ്ങളിരിക്കുക, ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ഭദ്രയുടെ മുറിയിലേക്ക് ചെന്നു. മാരാർ അവരോട് പറഞ്ഞതൊന്നും ഭദ്ര കേട്ടിരുന്നില്ല. അവൾ കുഞ്ഞമ്മൂന് പാലും കൊടുത്ത് കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഭദ്ര. മാരാർ വന്നിട്ട് അവളുടെ തൊട്ടരികിൽ കിടന്ന കട്ടിലിരുന്നു. മാറിൽ കിടന്ന ടവലെടുത്ത് അവൾ ഒന്നുകൂടെ ശരിക്കും വിരിച്ചിട്ടു. എന്നിട്ട് മാരാരെ നോക്കി. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് മാരാർ അവളുടെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുന്നത് പോലും. അതിൻ്റെ ഒരു പരിവേശം അവളുടെ മുഖത്ത് കാണാൻ താനും. കുഞ്ഞമ്മൂനെ മടിയിൽ നിന്ന് അടർത്തി മാറ്റാൻ അവൾ തുടങ്ങി. എന്നാൽ മാരാർ അവളെ കൈയെടുത്ത് വിലക്കി. ഞാൻ അങ്ങോട്ട് നോക്കാനൊന്നും വന്നതല്ല, നീ കുഞ്ഞിന് പാല് കൊടുത്തോളൂ. ഗൗരവത്തിൽ അവൻ ശബ്ദമുയർത്തിയതും ഭദ്രയ്ക്കൊന്നും പിടികിട്ടിയില്ല. ഏട്ടാ, ചായ. വാതിൽക്കൽ ഉമയുടെ ശബ്ദം. ഇപ്പം വരാം ഉമേ, അവൻ പറഞ്ഞതും ഉമ തലകുലുക്കി. അവൾ നോക്കിയപ്പോൾ മാരാരുടെ അരികിലായി ഭദ്ര തിരിഞ്ഞ് അവൻ അഭിമുഖമായി ഇരിക്കുന്നതാണ് കണ്ടത്. ഭദ്ര എന്താണ് ചെയ്യുന്നതെന്ന് ഉമയ്ക്ക് വ്യക്തമല്ല താനും. കുഞ്ഞുറങ്ങിയോ? ഉമ ചോദിച്ചു. ഇല്ലടോ, പാല് കൊടുക്കുക, ഞങ്ങൾ വന്നോളാം. ഉമ ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, പോയി ചായയൊക്കെ കുടിക്കുക. മാരാരുടെ മറുപടി കേട്ടതും ഉമയുടെ മുഖത്തൊരു അന്താളിപ്പ്. അത് കണ്ടതും മാരാർ ഗൂഢമായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി ഉമ അകത്തേക്ക് വലിഞ്ഞു കയറി വന്നു. പെട്ടെന്ന് മാരാർ ഭദ്രയുടെ നെഞ്ചിൽ കിടന്ന ടവൽ താഴേക്ക് വലിച്ചിട്ടു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ
പാല് കുടിച്ചിരുന്ന കുഞ്ഞമ്മൂൻ്റെ കവളിൽ മെല്ലെ ഒന്ന് തൊട്ടു. ഉമ വന്ന് നോക്കിയപ്പോൾ ദേവന്റെ മുമ്പിലിരിക്കുന്ന ഭദ്ര. അവളുടെ പാതി നഗ്നമായ മാറിലേക്ക് ഉമയുടെ ദൃഷ്ടി പതിഞ്ഞതും മാരാർ നിലത്ത് വീണ് ടവലെടുത്ത് അവിടേക്ക് വെച്ചതും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. വെട്ടിത്തിരിഞ്ഞ് ഉമ ഇറങ്ങിപ്പോയതും മാരാർ അവളെ നോക്കി പല്ലിഞ്ഞെരിച്ചു. നിറഞ്ഞ മിഴിയോടെ മകൾ വന്നതും ദേവന്റെ അമ്മാവൻ മാധവൻ വന്ന വണ്ടിയിൽ തന്നെ ഇപ്പം തിരിച്ചു പോകാമെന്ന് കണക്ക് കൂട്ടിയിരുന്നു. എന്താ മോളെ? അയാളുടെ ഭാര്യയും കുഞ്ഞുമണച്ച, നമുക്ക് തിരിച്ചു പോകാം. കവളിലെ കണ്ണീർ തുടച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു നിർത്തി. നേരാണ് മോളെ? ചാടി എഴുന്നേറ്റ് ഉമ്മയെ നോക്കുവാണ് മാധവൻ. അതെ അച്ഛ, നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു മോളെ. പൊളിഞ്ഞു. തിരിച്ചു പോകാം. അച്ഛൻ വരൂ. ഉമ്മ ബാഗെടുത്ത് തോളത്ത് തൂക്കി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. മോളെ ഉമ്മക്കുട്ടി, നമ്മളോട് ആരോടെങ്കിലും പറയാണ്ട് അവനവളെ കല്യാണം കഴിക്കുവോ? നീ വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട കുഞ്ഞെ. അച്ഛൻ എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ദത്തേട്ടൻ്റെ ഭാര്യയാണവൾ. നിനക്കെങ്ങനെ മനസ്സിലായി മോളെ? ഫോട്ടോ വല്ലതും കണ്ടോ? ഫോട്ടോ അതൊന്നും കണ്ടില്ല. പിന്നെ പിന്നെ നീ എന്താണ് കണ്ടത്? അത് അച്ഛനോട് പറയേ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവളുടെ എങ്ങും തൊടാതെയുള്ള പറച്ചിൽ കേട്ട് മാധവൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. ഇത്രയും നേരമായില്ലേ? അയാൾ അവളുടെ കൂടെ ഇരിക്കുക. യാതൊരു റിലേഷനും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിൻ്റെ റൂമിൽ പോയി ഇരിക്കുക വെച്ച. ഞാൻ ചെന്ന് ചോദിച്ചു നോക്കണോ? എന്ത് ചോദിക്കാൻ? അയാൾ അയാളുടെ ഭാര്യയുമായി ഇരിക്കുന്നതിന് അച്ഛൻ അങ്ങോട്ട് ചോദിക്കാൻ ചെന്നാൽ അയാൾ നല്ല ആട്ട് തരും. അച്ഛന് വേറെ ജോലിയൊന്നുമില്ലേ? അല്ല മോളെ, എന്നാലും അവൻ ആരോടും പറയാണ്ട് ഇവിടെ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് കഴിയുമല്ലായിരുന്നോ? എന്തിനാ ഇവന് തൊളിച്ചു വെച്ചത്? ഒന്നുമില്ലെങ്കിലും ഞാൻ ഇവൻ്റെ അമ്മാവനല്ലേ. അതിനെക്കുറിച്ച് രണ്ടു വാക്ക് ചോദിച്ചിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ. വിശ്രമമൊക്കെ ഇനി നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് മതി. ഇപ്പോൾ അച്ഛനിങ്ങോട്ട് ഇറങ്ങി വാ. അയാളോട് യാത്ര പോലും പറയണ്ട, നമുക്ക് പോയേക്കാം. അച്ഛൻ ചോദിക്കുന്നോണ്ട് എന്താ കുഴപ്പം? അയാളെ ചവിട്ടി പുറത്താക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് വീണ്ടും നടന്നു. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അശ്വിൻ്റെ വീട്ടിൽ ചെന്ന് ഒന്ന് മുഖം കാണിച്ചിട്ട് പോകാം. നീ ഒന്ന് നിന്നെ മോളെ. മാധവൻ മകളുടെ പിന്നാലെ ചെന്നിട്ട് അവളെ തടഞ്ഞു. ഇല്ല, ഞാൻ ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല. മോളെ, പോകാം, ഈ രാത്രി തന്നെ പോകാം. പക്ഷെ അതിനു മുന്നേ അവിടെ വരെ ഒന്ന് ചെല്ലണ്ടേ? ആരെങ്കിലും കണ്ട നാണക്കേടാവും മോളെ. നാണക്കേടായാലും കുഴപ്പമില്ല, എനിക്ക് പോയേ തീരൂ. വാശി പിടിച്ചുകൊണ്ടവൾ ഒറ്റക്കാലിൽ നിന്നു. എങ്കിൽ പിന്നെ നീ ഇവിടെ നില്ല, ഞാൻ പോയിന്ന് മുഖം കാണിച്ചിട്ട് വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛനോട് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഉമ ശബ്ദമുയർത്തി. അപ്പോഴേക്കും മാധവൻ മാമയെന്ന് അശ്വിൻ വിളിക്കുന്നത് കേട്ട് ഇരുവരും അവിടേക്ക് തിരിഞ്ഞു നോക്കി. ഇതെപ്പോ വന്നു? കുശലം ചോദിച്ചുകൊണ്ട് അശ്വിൻ ഇറങ്ങി വന്നപ്പോൾ വേറെ മാർഗമില്ലാതെ ഇരുവരും അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. മോനെ, ഞങ്ങൾ വന്നിട്ട് ഒരു അരമണിക്കൂറായി. അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. അവരെ കണ്ടുകൊണ്ട് സരസ്വതിയും മികയെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിപ്പോയി. ഉമയാണെങ്കിൽ ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗത്തിൽ മാരാരുടെ വീട്ടിലേക്ക് തിരികെ വന്നു. ഭദ്രയും മാരാരും അകത്തു നിന്നും റൂം അടച്ചിട്ടിരിക്കുവാണ്. രണ്ടും കൂടി ഇതിനകത്ത് എന്താ പരിപാടി? നേരം കുറിച്ചായല്ലോ കെട്ടിപ്പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. ഉമ പെറുപെറുത്തു. ഒരെണ്ണം അയാളും ഒരെണ്ണം ആ കുഞ്ഞുമായിരിക്കും കൂടി. വൃത്തികെട്ടവൻ. ഉമ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ റൗണ്ട് കഴിഞ്ഞു, ഇനി അടുത്ത റൗണ്ട് ആവട്ടെ. ഒരുപാടാവുമ്പോൾ അവൾ മടുത്തു പോകും. പ്രസവം കഴിഞ്ഞിട്ടൊരു മാസം ആകുന്നേ ഉള്ളൂ. തൊട്ടു പിന്നിൽ നിന്നും മാരാരുടെ ശബ്ദം കേട്ടതും ഉമ വെട്ടിവിയർത്തു പോയിരുന്നു. ഒരു ഗ്ലാസ്സിൽ ചായയും എടുത്ത് വരുവാണ് മാരാർ. അപ്പോഴാണ് ഭദ്രയുടെ റൂമിൻ്റെ വാതിൽക്ക് ഉമ നിൽക്കുന്നതവൻ കണ്ടത്. ശബ്ദമുണ്ടാക്കാതെ അടുത്തു നിന്നപ്പോഴാണ് അവളുടെ നാവിൽ നിന്നും ഇമാതിരി വൃത്തികെട്ട വർത്താനം കേട്ടത്. മാരാർ അടുത്തു വന്നത് ഉമയൊന്നും അല്ലാതായി. കാര്യം കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞാലും ഇക്കാര്യത്തിലൊക്കെ അവൾ എനിക്കാണ് പ്രയോറിറ്റി തരുന്നത്. പാവം എൻ്റെ ഭദ്ര. ശരിക്കും ഉമയൊന്നെടുത്ത ശേഷമാണ് മാരാർ മുറിയിലേക്ക് ഡോർ തുറന്നു കയറിപ്പോയത്. വൃത്തികെട്ടവൻ. അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അത് നിന്റെ സ്റ്റാൻഡ് ഇവിടെ നോക്ക്. വലിഞ്ഞു കയറി വന്നേക്കുന്നു, അതും യാതൊരു ഉളുപ്പുമില്ലാതെ.
ഒരുത്തൻ്റെ കൂടെ കിടപ്പ് കഴിഞ്ഞിട്ട് അവൾ അടുത്തവനെ ചാക്കിട്ട് പിടിച്ചേക്കുന്നു. വെറുപ്പടി. ഈ ലോകത്ത് ദേവദത്തന്മാരാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെ സ്നേഹിച്ച നിമിഷമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഭദ്രയെ ഞാൻ ആദ്യമായി അറിഞ്ഞ നിമിഷവും. പുറത്തേക്കിറങ്ങി വന്ന് അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പറഞ്ഞ ശേഷം അവൻ വീണ്ടും ഭദ്രയുടെ അടുത്തേക്ക് പോയി. ഈ സമയത്ത് ഭദ്ര വിറങ്ങലിച്ചിരിക്കുകയാണ്. ദേവേട്ടൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്ന് അവൾക്ക് ഉറപ്പാണ്. ആള് തൻ്റെ അടുത്ത് വളരെ മാന്യനാണ്. അനാവശ്യമായിട്ട് ഇന്നുവരേക്കും ഒരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീടിപ്പോൾ സംഭവിച്ചതോ? തൻ്റെ കയ്യിലിരിക്കുന്ന ടവൽ നോക്കി അവൾക്ക് കണ്ണ് കഴിച്ചു. ഞാൻ കുഞ്ഞമ്മൂൻ്റെ കവിളിത്തൊട്ടപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാ. ഇനി അതോർത്ത് തലപുണ്ണാക്കണ്ട. അവൻ്റെ ശബ്ദം ഏതോ ഗുഹയിൽ നിന്നാണ് ഭദ്ര കേട്ടു. മെല്ലെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. കള്ളത്തരം കാണിച്ചതിൻ്റെ നേരിയ ലാഞ്ചന പോലും അവൻ്റെ മുഖത്തവൾ കണ്ടില്ല. ഭദ്ര അവൻ്റെ മുഖത്തേക്ക് വീണ്ടും ഉറ്റുനോക്കി. അവളുടെ ഉണ്ട കണ്ണുകൾ കണ്ടപ്പോൾ ജീവിതത്തിൽ ആദ്യമായി അവൻ ഒരാളുടെ നോട്ടത്തിൽ പതറിപ്പോയ നിമിഷമായിരുന്നു അത്. പെട്ടെന്നവൻ ദൃഷ്ടി മാറ്റിയതും ഭദ്രയ്ക്ക് തോന്നി മാരാർ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. മാരാർ പതിയൊന്ന് പാളി നോക്കിയപ്പോൾ ഭദ്ര അവനെ തന്നെ നോക്കിയപടി ഇരിപ്പുണ്ട്. ദേവേട്ടൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. എനിക്ക് മനസ്സിലായി. എന്നോട് നുണ പറയുകയും വേണ്ട. ഞാനത്ര പൊട്ടിയല്ല. എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൻ്റെ പുറത്ത് അവൾ അവനെ നോക്കി പറഞ്ഞു. ഡീ. അവൻ ദേഷ്യത്തിൽ ശബ്ദമുയർത്തി. ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോർത്താണോ ഇങ്ങനെയൊക്കെ കാണിച്ചത്? അവളുടെ വാക്കുകൾ കൂരമ്പ് പോലെ അവൻ്റെ കാതിൽ തുളച്ചു കയറി. തുടരും. സപ്പോർട്ട് തരണേ. കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ കഥയ്ക്ക് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.